നമസ്കാരം. നീ എന്താടാ മാങ്ങാണ്ടി കരുതിയേ? എന്ത് പൊളപ്പ് പൊളന്നിട്ടങ്ങ് പോയാലും നിനക്ക് ഇവിടെ സ്വൈര്യ വിഹാരം അങ്ങ് നടത്താമെന്നാണോ? നീ കഴുകനെ പോലെ പറന്നുയർന്നാലും, നീ ഏത് നക്ഷത്രങ്ങൾക്കിടയിലും കൂടുകൂട്ടിയാലും നിന്നെ ഒരു നാൾ താഴെ ഇറക്കും, നിനക്ക് സമ്മാനം തരുമെന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ ദിവസമാണെന്ന്. ആഘോഷങ്ങൾക്ക് ഒരു കുറവുണ്ടാകില്ല. പടക്കം പൊട്ടിച്ച് തന്നെ നിന്റെ വീഴ്ച ആഘോഷിക്കും. കാര്യം അമ്മാതിരി അഹങ്കാരമാണ് ഒരു യൂത്ത് നേതാവ് നമ്മുടെ രാഷ്ട്രീയത്തിലോ മറ്റെവിടെയും ആയിക്കോട്ടെ കാണിക്കാൻ പാടില്ലാത്തതെല്ലാം ചില കേന്ദ്രങ്ങളെ സംതൃപ്തിപ്പെടുത്താനും ചില കേന്ദ്രങ്ങൾക്ക് വാനോളം മാനസിക സന്തോഷം പകരാനും നീ കാട്ടിക്കൂട്ടിയതെല്ലാം കണക്ക് പുസ്തകത്തിൽ കൃത്യമായി കുറിച്ചിട്ടുണ്ടായിരുന്നു. നീ പോകുന്ന പോക്കിൽ നിന്റെ വീഴ്ച, നിന്റെ പതനം കൃത്യമായിട്ട് തന്നെ വിലയിരുത്തിയിരുന്നു. അത് ഒരു നാൾ ആസന്നമാണ്. ആ പതനം കേരളത്തിന്റെ ചരിത്രത്തിന്റെ കൂടി അനിവാര്യതയാണെന്ന് ഉറപ്പിച്ചിരുന്നതാണ്. ആ ദിനമാണ് ഇന്ന് ഡിസംബർ 4 കടന്നു വന്നിരിക്കുന്നത്. നീ എന്നാണോ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം നിന്റെ കൂത്താട്ടം അങ്ങ് അഴിഞ്ഞാടി തുടങ്ങിയത്. നീ ഇടയ്ക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞതുപോലെ നിനക്കുള്ളത് അങ്ങ് കൊടുത്തു വിടാമെന്ന് പറഞ്ഞതുപോലെ നിനക്കുള്ളത് കാത്തുവച്ചിരുന്നു. നിനക്കുള്ളത് അതേപടി സമ്മാനപ്പൊതിയായിട്ട് തന്നെ കാത്തുവച്ചിട്ടുണ്ട്. അതും ഡിവൈഎഫ്ഐ പിള്ളർ ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ പൊതിച്ചോറുമായി കാത്തു നിൽപ്പുണ്ട്. നീ അധിക്ഷേപിച്ച പൊതിച്ചോറ് നിനക്ക് ജയിലിൽ ഉണ്ണാൻ തരുന്ന ആ പകവീട്ടലുണ്ടല്ലോ, അതാണ് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയുന്നത്. അതായത് പക അത് വീട്ടാനുള്ളത് തന്നെയാണ്. അത് നിന്റെ കുത്തകയാണെന്ന് നീ കരുതി നീ ആരെയൊക്കെയാണ് ആക്ഷേപിച്ചത്? നീ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ വിജയ, ഗോവിന്ദൻ മാഷിനെ എടോ ഗോവിന്ദ, കുഞ്ഞനന്തൻ എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവൻ ചത്തു എന്ന് പറഞ്ഞവൻ, ചിലയിടങ്ങളിൽ നിന്നുള്ള കയ്യടിക്കും ചിലരുടെ വല്ലാത്ത വാഴ്ത്തുപാട്ടുകളിലും അഭിരമിച്ചുകൊണ്ട് നീ ചെയ്യാൻ പാടില്ലാത്തത് പലതും രാഷ്ട്രീയത്തിൽ ചെയ്തു. അത് ചെയ്തതോടുകൂടി സംഘി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നിനക്ക് കിട്ടിയ സ്വീകാര്യത കണ്ടിട്ട് നീ സർവസ്വനായി അല്ലെങ്കിൽ സകലതിനും മുകളിലേക്ക് വളർന്നു കഴിഞ്ഞു എന്ന് സ്വയം ധരിച്ചു. അതാണ് ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ ആഘാതം ഇത്ര തീവ്രമായിരിക്കുന്നത്. പല വീഴ്ചകളുണ്ട്. ചെറിയ പൊക്കത്തിൽ നിന്ന് വീഴുന്നവന് തിരിച്ചെണീൽക്കാൻ പറ്റും. പക്ഷേ ഉയരങ്ങളിൽ നിന്ന് വീഴുന്നവന്റെ പതനം അത് പിന്നീട് ഒരിക്കലും തിരിച്ചെഴുന്നേൽക്കാൻ കഴിയാത്ത വീഴ്ച തന്നെയാണ്. അതുപോലെ നിന്റെ വീഴ്ച അത് കേരള രാഷ്ട്രീയം കാത്തുവച്ച, ഇടതുപക്ഷം കാത്തിരുന്ന, ടാർഗറ്റ് ചെയ്തിരുന്ന വീഴ്ചയാണെന്ന് ഒരു സംശയവും വേണ്ട. അമ്മാതിരിയാണ് രാഷ്ട്രീയത്തിന്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് ചിലർക്ക് വേണ്ടി നീ വായ്ത്താരിയിട്ടത്. നിന്റെ എല്ലില്ലാത്ത നാവും ആരെയും എന്തും പറയാമെന്നുള്ള ചില പ്രിവിലേജുകളും മാധ്യമ പിന്തുണയും അത് നീ വലിയ ആഘോഷമാക്കി മാറ്റി. അത് നിന്റെ വളർച്ചയ്ക്ക് എന്തോ വലിയ ഇന്ധനമായി. ഇടത് വിരോധികൾക്കിടയിലും പിണറായി വിരോധികൾക്കിടയിലും നിനക്ക് വലിയ കയ്യടി കിട്ടിയപ്പോൾ നീ കരുതി കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായി നീ മാറിക്കഴിഞ്ഞു എന്ന്. അതിനൊക്കെ കടം വീട്ടാൻ കാത്തിരുന്നത് തന്നെയാണ്. നീ പോകുന്ന പോക്കിൽ നിന്റെ പ്രവർത്തനങ്ങളെല്ലാം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചതാണ്. നിന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നു നീ ക്യാമറകൾക്ക് മുന്നിലെ റീൽസ് ബോയ് ആണ്. ആ ക്യാമറകൾ ഓഫായാൽ നീ ഇതല്ല എന്നുള്ള കാര്യം അത് കൃത്യമായി തെളിയിക്കപ്പെട്ടു. നിന്റെ പിന്നാലെ സഞ്ചരിച്ചിരുന്ന് ഏറ്റവും ഒടുവിൽ നിന്റെ പതനം ഉറപ്പാക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം കാത്തുവച്ചിരുന്ന ഒരു കാവ്യനീതി തന്നെയാണ്. ഒരുത്തരും ഈ അഹങ്കാരത്തോടു കൂടി ഒരു മേഖലയിൽ നിൽക്കാൻ പാടില്ല. അവൻ വീഴേണ്ടത് ഈ നാടിന്റെ ഈ കാലത്തിന്റെ അനിവാര്യതയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് പിള്ളേർ പൊട്ടിച്ച ഈ പടക്കമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ പൊട്ടിച്ച ആ പടക്കമുണ്ടല്ലോ, അത് ആഘോഷപൂർവ്വം തന്നെ ഈ നാട്ടിൽ കൊണ്ടാടുമെന്ന് നിന്നോട് ആവർത്തിച്ച് പറയുന്നത്. അത് ഈ നാട്ടിൽ ഇന്ന് ആഘോഷ ലഹരിയാണ്. അതും ഒരു കാർത്തിക നാളിൽ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷത്തിന്റെ സുദിനമായി തന്നെ ഇടതുപക്ഷ പ്രവർത്തകർ കേരളത്തിലുടനീളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആഘോഷമാക്കുമെന്ന് വളരെ തല ഉയർത്തി തന്നെ പറയുകയാണ്.